ദിവസം മുഴുവൻ നിങ്ങൾക്കുള്ള ടെൻഷനുകളൊക്കെ മറന്ന് നിങ്ങൾക്ക് ഹാപ്പിയായി വളരെ സമാധാനത്തോടെ ഇരിക്കണം. എന്നാൽ ഒന്നും നോക്കണ്ട, നേരെ പോലെ തൃശ്ശൂർ ചാവക്കാടുള്ള ഫാമിലിയിലേക്കാണ്. ഇവിടെ ഒട്ടകമുണ്ട്, കുതിരയുണ്ട്, ഒട്ടക പക്ഷിയുണ്ട്, വിവിധ തരം കിളികളുണ്ട്, ഒരുപാട് വെറൈറ്റി ഓഫ് പൂച്ചകളുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട് ഇവിടെ. അപ്പോൾ ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫാം വില്ലയുടെ വിശേഷങ്ങളാണ്. ഇതാണ് സൺകുനൂർ. നമ്മളെല്ലാവരും ബേർഡിനെ കുറെ കണ്ടിട്ടുണ്ട്, കണ്ടോ? ഒരുപാട് പേരുണ്ട്. ഇവരെല്ലാവരും കൂടി എന്നെ അറ്റാക്ക് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നു എനിക്ക്. ആക്ച്വലി ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഗൈസ്. കാരണം ലൈക്ക് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് കിളികൾ. ആക്ച്വലി നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, സോ ബ്യൂട്ടിഫുൾ, സോ എലഗന്റ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ, ഈ പിള്ളേരൊക്കെ ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് വന്ന് കുറേ ഫോട്ടോസ് എടുക്കാം. ലൈക്ക് കുറച്ചും കൂടി കുഞ്ഞുങ്ങളായി കൊണ്ടുവരുമ്പോൾ നമുക്ക് അവരെ കുറച്ചും കൂടി ആനിമൽ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ബേർഡ് ഫ്രണ്ട്ലി ഒക്കെ ആക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഫാം വില്ല എന്ന് പറയുന്നത്. അവരുടെ ആ പേടി അതൊക്കെ പെട്ടെന്ന് മാറി കിട്ടും. എനിക്ക് ആക്ച്വലി മൃഗങ്ങളെ കുറച്ച് പേടിയുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇവിടെ വന്നിപ്പോൾ ഒരു 5-6 പേരൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ധൈര്യം കിട്ടുന്നുണ്ട് അവരെ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഷൂട്ടിന് വന്നപ്പോൾ മൂലം എൻ്റെ കൂടെയുള്ള സെബീനെ കാണാണ്ടായിരുന്നില്ല. ഇപ്പൊ സെബീനെ എനിക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട്. സെബി കൂട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് ലോറീസ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ബേർഡ്സ് ആണ്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കത്തുള്ളൂ. നമ്മൾ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഇത് ഫ്രൂട്ടിറ്റേറിയൻ ആയിരിക്കാം. ഇവർ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കത്തുള്ളൂ. ഇവരുടെ പ്രത്യേകത അതാണ്. പക്ഷെ ഇപ്പോൾ എല്ലാവരും വയറ് ഫുള്ളായിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഞാൻ കൊടുക്കുന്ന ഫ്രൂട്ട്സ് ഒന്നും ഇവരാരും കഴിക്കുന്നതായി ഞാൻ കാണുന്നില്ല. എന്നാലും ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ബേർഡ്സ് ആണ് ഇവര്. നമ്മളിവരെ ഒറ്റയ്ക്ക് വളർത്തുകയാണെങ്കിൽ ഇവർ സംസാരിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ ഈ തത്തമ്മകളെ പോലെ ഇവര് സംസാരിക്കുന്ന ടൈപ്പ് ഓഫ് ബ്രീഡാണെന്നാണ് പറയുന്നത്. എന്തായാലും നല്ല ക്യൂട്ടായിട്ടുള്ള ലൈക്ക് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള, നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭംഗി തോന്നിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കിളികളാണ് ഈ ലോറീസ് എന്ന് പറയുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ എന്താ പറയുക, കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു അപകടകാരികളല്ലാത്ത എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ബേർഡ്സ് ആണ്. എനിക്ക് തോന്നുന്നു എല്ലാ കിളികളും കൂടി എൻ്റെ തലയിൽ വന്നിരിക്കാനാണ് പ്ലാൻ എന്ന് തോന്നുന്നു. എന്തായാലും ഇവർക്ക് എല്ലാവർക്കും എന്നെ ഭയങ്കരമായി ഇഷ്ടമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, എല്ലാവരും എൻ്റെ കൂടെ തന്നെ. എന്തോ എല്ലാവർക്കും എന്നെ ഇഷ്ടമായിപ്പോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഭയങ്കര പാവമായതുകൊണ്ടായിരിക്കാം അല്ലേ? ആ കണ്ടോ, എല്ലാവരും ഉണ്ട്. എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ ആരെങ്കിലും വരേണ്ടതാണ്. കിളി വേണോ? കിളി ഓക്കെ ഗൈസ്, ഞാൻ പോവാണ്. നിങ്ങളെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം. വെറുതെ വെക്കട്ടെ ചേട്ടാ? പ്ലേറ്റ് മൊത്തം വെക്കല്ലേ? ഇതാണ് അരയണം ഫ്രം ഓസ്ട്രേലിയ. ഇവരാണ് അത്ര ഒറിജിനൽ അരയണം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതിനേക്കാൾ പ്യുവറസ്റ്റ് ബ്രീഡിൽ പെടുത്തുന്ന അരയണമാണ് ഇവര്. ഇവർക്കുള്ള ഫുഡ് ഇവർ എനിക്ക് തന്നിട്ടുണ്ട്. നമുക്കൊന്ന് കൊടുത്തു നോക്കാം. നമ്മൾ ഈ ഗൂഗിളിലൊക്കെ അരയണത്തിന്റെ ഫോട്ടോ ഒക്കെ തപ്പുന്ന സമയത്ത് നമുക്ക് കാണാം ഈ ലവ് ചിഹ്നത്തിലുള്ള അരയണത്തെ നമ്മൾ കാണാറില്ലേ? ആക്ച്വലി അങ്ങനെ ഫോം ചെയ്യാൻ പറ്റുന്ന അരയണങ്ങൾ എന്ന് പറയുന്നത് ഈ ബ്രീഡിൽ പെട്ടവയാണ്. നമ്മുടെ നാട്ടിലുള്ളത് ഒട്ടുമിക്ക സ്ഥലങ്ങളും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇവരാണ് ഒറിജിനൽ അരയണം എന്നൊക്കെ പറയുന്നത്. പുഴുക്കളെയാണ് ഇവര് ഭക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇവരൊരു പെയറായിട്ടാണ് വരുന്നത്. എന്നാലും കൊള്ളാം. നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഒറിജിനൽ അരയണത്തെ കാണണമെന്നുണ്ടെങ്കിൽ, 4 ലക്ഷം രൂപ വിലയുള്ള അരയണത്തെ കാണണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങ് വരെ, ഒരു സംശയം വേണ്ട. നിങ്ങൾ കോൾ ഗേൾസ് എന്ന് കേട്ടിട്ടുണ്ടാവും.
പക്ഷേ ഇവിടെയുള്ളത് കോൾ ഡക്ക്. പക്ഷെ വിളിച്ച വരുത്തൊന്നുമില്ല, ഇവരാണവർ. ദേ ആർ കോൾഡ് കോൾ ഡക്സ്. കണ്ടോ, തല കുത്തി വെള്ളത്തിലിട്ട് വെള്ളം കുടിക്കുക എന്നതാണ് ഇവരൊരു പ്രത്യേക തരം വിനോദം എന്ന് തോന്നുന്നു. അതാണ് അവരിപ്പോൾ കുറച്ച് നേരം കാണിച്ചത്. നോക്കി, തല മൊത്തം വെള്ളത്തിൽ മുക്കുന്നു, വെള്ളം കുടിക്കുന്നു. ഒരു പ്രത്യേക തരം കിളികളാണ് ഗൈസ്. ഇപ്പോൾ നമ്മളുള്ളത് കേപ്പ് ബാരൻ ഗൂസ് എന്ന് പറയുന്ന പക്ഷിയുടെ കൂട്ടിനുള്ളിലാണ്. ഈ പക്ഷി എന്ന് പറയുന്നത് വളരെ വളരെ റയർ ആയിട്ടുള്ള ഒരു പക്ഷിയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ 3 പക്ഷികളാണ്. ഈ ബ്രീഡിലുള്ള 3 പക്ഷികളേ ഉള്ളൂ. അത് 3 ഫീമെയിൽ ആണെന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇതിന്റെ ഒരു മെയിലായിട്ടുള്ള പക്ഷിയില്ല. അപ്പോൾ ആ 3 എണ്ണത്തിൽ ഒരെണ്ണമാണ് ഇപ്പോൾ ഇവിടെ ഫാം വില്ലയിലുള്ളത്. ഈ പക്ഷിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം പച്ച കളർ ചുണ്ട്, ഇങ്ങനെ കഴുകൻ്റെ ഒരു ഫേസ് ആണുള്ളത്. കാലൊക്കെ നോക്കുകയാണെങ്കിൽ കാലും 2 ഷെയ്ഡിലാണ് വരുന്നത്. എന്ന് വെച്ചാൽ പാദത്തിൻ്റെ അവിടെ ബ്ലാക്കും പിന്നെ അവിടെ ഒരു പിങ്കിഷ് കളറുമാണ് വരുന്നത്. പിന്നെ ഫെദേഴ്സിലൊക്കെ ഒരു ബ്ലാക്ക് ഡോട്ടൊക്കെ വന്നിട്ട് ഭയങ്കര എസ്തെറ്റിക്കലി നല്ല ഭംഗിയുള്ള ഒരു കിളിയാണ്. വളരെ പൈസ കൂടിയ കിളിയും കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഒരു ബേർഡിന് തന്നെ ഒരു 3 ലക്ഷത്തോളം രൂപയുണ്ട് ഇവിടെ വാങ്ങണമെന്നുണ്ടെങ്കിൽ. ഇതെല്ലാം നല്ല സുന്ദരിയായിട്ടുള്ള ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കൊച്ചു കുറുമ്പിയാണ് ഈ ബേർഡ് എന്ന് പറയുന്നത്. പിന്നെ ഇവളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവളൊരു ദേശാടന പക്ഷിയാണ്. എന്നുവെച്ചാൽ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് 1000 കിലോമീറ്ററൊക്കെ അങ്ങ് പറന്നു കളയും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇവർക്ക്. പിന്നെ ഇവിടെ കാണാൻ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര റയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു ഇവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവരുടെ സൗണ്ടാണ്. ഇവർക്ക് കിളികളുടെ സൗണ്ട് അല്ല ഉള്ളത്. നമ്മുടെ എരുമയൊക്കെ കരയില്ലേ, അമ്മാതിരി സൗണ്ടിലാണ് ഇവർ കരയുന്നത്. നമ്മൾ ഇതുവരെ കണ്ട എല്ലാ ആനിമൽസിനും ഒരു പെക്യുലാരിറ്റി, പാമ്പടക്കം നമ്മളോട് ഭയങ്കര ഇണങ്ങിക്കൊണ്ടിരുന്നിരുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരായിരുന്നു. പക്ഷെ ഇവരുടെ ഒരു പ്രത്യേക ഒരു മനുഷ്യരായിട്ട് ഫ്രണ്ട്ലി അല്ല. ഇനി എന്തൊക്കെ നമ്മൾ കാണിച്ചാലും ശരി ഇവർ ഫ്രണ്ട്ലി ആവത്തുമില്ല. അത് അവരൊരു സ്പെഷ്യാലിറ്റിയാണ്.